പ്രിയപ്പെട്ട സഹാക്കളെ, ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ആ, കൂത്താളി സമരത്തിനെ പറ്റിയിട്ടാണ്. നമ്മളെ സഹാക്കളുടെ ഇടയിൽ തന്നെ എത്ര പേര് കൂത്താളി സമരത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് കൃത്യൊരു ധാരണയില്ല. കാരണം ആ, ഒട്ടുമിക്ക പേരോട് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ആ, കൂത്താളി സമരത്തിനെ പറ്റി നമ്മളെ സഹാക്കളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള ആ, വിവരങ്ങളോ ധാരണകളോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെ തന്നെ സമരങ്ങളെപ്പറ്റി നമുക്ക് തന്നെ ധാരണയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ സഹാക്കളടയ്ക്കുള്ള ധാരണയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, അത് ഏത് തരത്തിലേക്കാണ് നമ്മുടെ പാർട്ടിയെ, അല്ലെങ്കിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിനെ മറ്റുള്ളവരേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സാധ്യതകൾ അത് എത്രമാത്രം ചുരുക്കിക്കളയുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് നമ്മളധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സമരം തന്നെയാണ് കൂത്താളി സമരം എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വെക്കുന്നു. കാരണം ഇവിടെ ഇടതുപക്ഷ ചരിത്രകാരന്മാർ തന്നെയാണെങ്കിലും നമ്മളെ പാർട്ടി ചരിത്ര രചനയിൽ തന്നെയാണെങ്കിലും കൂത്താളി സമരത്തെപ്പറ്റി കാര്യമായിട്ടുള്ള രചനകളൊന്നും എഴുതപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് കൂടുതലായിട്ട് കൂത്താളി സമരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, കൂത്താളി സമരം കൂത്താളി സമരത്തിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കേരളത്തിൽ നടന്ന പുനംകൃഷിക്ക് വേണ്ടി നടന്ന സമരങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണൂരിലെ മാങ്ങാട്ടുപറമ്പ്, അതുപോലെ തന്നെ ഏറനാട്ടിൽ നിലമ്പൂർ, അമരമ്പലം എന്നീ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ചിറക്കൽ താലൂക്കിൽ നടന്ന സമരങ്ങൾ, അതായത് കാവുമ്പായിൽ നടന്ന സമരങ്ങൾ, ഇവയൊക്കെ പുനഃകൃഷിക്ക് വേണ്ടി നടന്ന സമരങ്ങൾ. അതായത് കൂത്താളിക്കൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെയും പുനഃകൃഷിക്ക് വേണ്ടിയിട്ടാണ് കർഷകർ സമരങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും കൂത്താളിയിൽ നടന്ന കർഷക സമരത്തിൻ്റെ മുദ്രാവാക്യം ചത്താലും ചെത്തും കൂത്താളി എന്നതാണ്. ചത്താലും ചെത്തും കൂത്താളി എന്ന് പറയുമ്പോൾ ഇവിടെ ആ മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുനഃകൃഷിക്ക് വേണ്ടിയിട്ട്, പുനഃകൃഷി എന്ന് പറയുന്നത് ഈ കാട് വെട്ടിത്തെളിച്ചിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ നടത്തുന്ന കൃഷിയാണ്. കാട് വെട്ടിത്തെളിച്ചുകൊണ്ട് അത് കൃഷിക്ക് യോഗ്യമാക്കിയിട്ട് ആടെ ഭക്ഷ്യധാന്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന കൃഷിയാണ് പുനംകൃഷി എന്ന് പറയുന്നത്. അതായത് ഈ കാട് വെട്ടിത്തെളിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചെത്തുക എന്നത്. അതായത് നമ്മൾ മരിച്ചു വീണാലും കൂത്താളിയിലെ കാട് നമ്മൾ ചെത്തിയെടുക്കും എന്നാണ് ചത്താലും ചെത്തു കൂത്താളി എന്ന മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂത്താളി സമരത്തിലേക്ക് നമ്മൾ കൂടുതൽ വിശദമായിട്ട് കടക്കുമ്പോൾ, ഈ പുനംകൃഷി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്തൊരു ധാരണ ഉണ്ടെങ്കിലും മാത്രം നമുക്ക് സമരത്തിൻ്റെ കുറേ കൂടി ആവശ്യങ്ങളെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് പുനംകൃഷിക്ക് നമുക്ക് ഈ കർഷകർക്ക് ജന്മിയിൽ നിന്ന് അനുമതി ലഭിക്കണം. അതിന് ഒരു നിശ്ചിത തുക ജന്മിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ജന്മിക്ക് പണം കൊടുത്തതിന് ശേഷം കർഷകർ കാട്ടിൽ കയറിയിട്ട് 2 മരങ്ങൾ അടയാളമിടും. ഈ അടയാളമിട്ട മരങ്ങൾക്കിടയിലുള്ള പ്രദേശത്ത് കൃഷി നടത്താൻ കർഷകന് അവകാശം ഉണ്ടാവും. ഈ ഇങ്ങനെ കൊത്തിവെക്കുന്ന ഈ പരിപാടിനെ പറയുന്ന പേരാണ് കൊത്തിവളയ്ക്കൽ. അങ്ങനെ ഈ കൊത്തിവളയ്ക്കൽ നടത്തിയ പ്രദേശത്ത് എന്താക്കും, കാട് വെട്ടിത്തെളിച്ചിട്ട് തീയിട്ടിട്ട് ഇവിടെ വിത്തിറക്കും. ഈ വിത്തിറക്കിയ ഭൂമിയിൽ കർഷകൻ എല്ലാ കാലവും 100 മേനി വിള കൊയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം കാട് പോലത്തെ ഒരു പ്രദേശത്ത് അത്രയും ഫലഭൂയിഷ്ടമായ മണ്ണിൽ കർഷകൻ എല്ലാ കാലത്തും ആ ഭൂമിയിൽ നല്ല വിള കൊയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അത്ര ഫലഭൂയിഷ്ടമായ മണ്ണിൽ ഉണ്ടാക്കുന്ന നെല്ല് അല്ലെങ്കിൽ വിള കർഷകന് എന്താ പറയുക, ഈ ബാക്കി കാലത്ത് അയാൾക്ക് നിലനിൽക്കാനുള്ള കൂടിയുള്ള ഒരു ധാന്യങ്ങളെ സംഭരണം ഇതുവഴി കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഈ ഒരു പരിപാടി കർഷകന് കുറെ കൂടി അവകാശമായിട്ട് തോന്നുകയാണ് ചെയ്തത്. അത് കുറെ കൂടി എന്താ, ഇതിൽ ഒരു 10ൽ 2 ഭാഗം ജന്മിക്ക് കൊടുക്കുന്നുണ്ട്. ഈ പുനഃകൃഷിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഈ നെല്ല് അല്ലെങ്കിൽ ഈ ധാന്യവിളകൾ 10ൽ 2% ജന്മിക്കും, അതിൽ ചെറിയൊരു ശതമാനം ആർക്കും, ഈ ഒരു ആരാധിച്ചു പോകുന്ന ദൈവങ്ങൾക്ക്, ദേവസ്ഥാനങ്ങൾക്കും ഇങ്ങനെ കൊടുത്തു പോകുന്ന ആചാരപരമായിട്ട് ഇതുമായിട്ട് കുറേ ലിങ്കുകളുണ്ട്, കണക്ഷനുകളുണ്ട്. അപ്പോൾ ഇത് കുറേ കൂടി ഇവരൊരു അവകാശമായിട്ടാണ് ഇവർക്കിത് തോന്നിയിട്ടുള്ളത്, കർഷകർക്ക്. ഈ ഈ സമരം നടക്കുന്ന പ്രധാനമായിട്ട് കൂത്താളി എസ്റ്റേറ്റിലാണ്. കൂത്താളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പഴയ കുറുമ്പനാട്ട് താലൂക്കിൽ പെടുന്ന പ്രദേശമാണ്. അതായത് ഇന്നത്തെ ചങ്ങരോത്ത്, ചെക്കിട്ടപാറ, കൂരാച്ചുണ്ട് പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഒരു
30,000 ഏക്കർ പ്രദേശത്തിനാണ് കൂത്താളി മലയടിവാരം അഥവാ കൂത്താളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് കുറെ കൂടി നമുക്കൊരു ജിയോഗ്രഫിക്കൽ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നത്തെ പേരാമ്പ്ര മണ്ഡലം, അതുപോലെ തന്നെ ഇന്നത്തെ ബാലുശ്ശേരി മണ്ഡലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു 30,000 ഏക്കർ പ്രദേശം, ഇതാണ് കൂത്താളി എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉടമസ്ഥാവകാശം കൂത്താളി മൂപ്പിൽ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. അപ്പോൾ ഈ കൂത്താളി മൂപ്പിൽ നായർ അവസാനത്തെ ഈ ഒരു പരമ്പരയിൽ അവസാനത്തെ ആളായിരുന്നു മൂപ്പിൽ നായർ കുഞ്ഞിരാമൻ. അദ്ദേഹമായിരുന്നു അവസാനത്തെ ജന്മി. ഇത് ഈ ഭൂമിക്ക് അവകാശമുള്ള 1939 വരെ ആയിരുന്നു ഇവർക്കിതിൽ അവകാശം ഉണ്ടായിരുന്നു. 39-ന് ശേഷം ഇവർക്ക് അനന്തരാവകാശികൾ ഇല്ലാതിരുന്നത് കൊണ്ട് എന്തായി, ഈ ഭൂമി ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കേണ്ടി വന്ന്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഈ ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകന് ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം ഇല്ലാതാവുകയും ഈ 1939-ന് ശേഷം ഈ കർഷകർ ഇവിടെ കൃഷി ഇറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതിനിവർ അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് 2-3 കൊല്ലം കുറച്ച് ടെൻഷനുകൾ ഉണ്ടാവുകയും 1942 ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് മദ്രാസ് പ്രസിഡൻസിയിൽ ഉൾപ്പെടെയുള്ള ആ അതോറിറ്റി ഈ മേഖലയിനെ, കൂത്താളി എസ്റ്റേറ്റിനെ മുഴുവൻ വനപ്രദേശമാക്കി പ്രഖ്യാപിക്കുകയും പുനഃകൃഷി ഉൾപ്പെടെയുള്ള കൃഷിപ്പണികൾ നിരോധിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഈ സമരത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെയാണ് ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൻ്റെ തുടക്കം നമ്മൾ സംസാരിക്കുകയാണ്, സമരത്തിൻ്റെ ഏറ്റവും തുടക്കം. അതായത് ഈ കളക്ടർ വില്യംസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കാർഷിക വിപ്ലവം എന്ന് വിളിച്ച കൂത്താളി സമരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1941 കൂത്താളി പുനംകൃഷിക്കാരുടെ പ്രശ്നം മുൻനിർത്തി കൽപ്പത്തൂരിൽ വെച്ചിട്ട് കേരള കർഷക സംഘം ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. അന്ന് കുഞ്ഞികൃഷ്ണൻ മാരാർ, കെ കുഞ്ഞിരാമൻ നായർ, PR ഗോപാലൻ, വിഷ്ണു ഭാരതിയൻ, M കുമരൻ മാസ്റ്റർ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ഈ 1941 നടന്ന യോഗത്തിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ മലബാർ സബ് കളക്ടർക്ക് ഒരു നിവേദനം, ഒരു ഹർജി നൽകുകയുണ്ടായി. ഈ കർഷക സംഘം ഇവരുടെ ഈ കൃഷിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഈ ഒരു ഹർജി നൽകുകയുണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഒന്നും ഉണ്ടാവുകയുണ്ടായില്ല. അങ്ങനെ പരിഹാരം ഉണ്ടായില്ലെങ്കിലും ഈ ഒരു നടന്ന മീറ്റിംഗ്, നടന്ന ഈ ഹർജി, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെച്ചം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർഷകരുടെ ഇടയ്ക്ക് തന്നെ തെറ്റായ ധാരണകളുണ്ടാവും. ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും തരത്തിലുള്ള നല്ല ചെയ്യുന്ന ആൾക്കാരെന്നുള്ള തെറ്റായ ധാരണകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിരുദ്ധ മനോഭാവം അത് കുറെ കൂടി ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹർജി ഇവർ തള്ളിയല്ലോ. ഈ ഹർജി തള്ളിയതോടുകൂടി ഈ കൊളോണിയൽ വിരുദ്ധ മനോഭാവം ഈ കർഷകരിടയ്ക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കാർഷിക സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രാദേശിക തലങ്ങളിൽ കർഷക സമിതികൾ പലതരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കർഷക സമിതികൾ വിളിച്ചു ചേർത്ത്. അങ്ങനെ കർഷക സമിതി വിളിച്ച്, അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ പശ്ചാത്തലം നമുക്കറിയാം. ഈ നാട്ടിലൊട്ടാകെ തന്നെ പട്ടിണിയും വറുതിയായിട്ട് നിലനിൽക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ ഭക്ഷ്യോൽപാദന വർധന പരിപാടിക്ക് ആഹ്വാനം ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കേണ്ടതാണ്. തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ പാട്ടം കൂടാതെ അല്ലെങ്കിൽ ചുരുങ്ങിയ പാട്ടത്തിന് കൃഷിക്ക് വിട്ടുകൊടുക്കാൻ ജന്മിമാരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുക. അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് നാടിനെ രക്ഷിക്കാനുള്ള ഉത്തമ താല്പര്യം മുൻനിർത്തി കൃഷിക്കാർ കൂട്ടായി കൃഷി ചെയ്യുക. അതിൽ നിന്നുള്ള വിളവ് ജനകീയ ഭക്ഷണ കമ്മിറ്റികൾ മുഖേന വിതരണം ചെയ്യുക. കൃഷികൾക്ക് വേണ്ട ചെലവ് നാട്ടുകാരിൽ നിന്ന് സംഭാവനയായിട്ട് ശേഖരിക്കുക. ഇതായിരുന്നു ഭക്ഷ്യോൽപാദന വർധന പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ആഹ്വാനം കൂത്താളി സമരത്തിന് കുറെ കൂടി ദേശീയ തലത്തിലേക്ക് കൂടി ഈ കർഷക സമരത്തിനെ ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായത്. ഇത് നമ്മൾ കൂടുതൽ പരിശോധിക്കുകയാണെങ്കിൽ കൗമ്പായി നടന്ന സമരം, ഇത് പുനഃകൃഷിക്ക് വേണ്ടി നടന്ന സമരത്തിൽ അവിടെ കൃഷി ചെയ്യാൻ അനുവദിക്കാണ്ട് നിന്നത് അവിടുത്തെ ഭൂജന്മി അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരായിരുന്നു. ഇവിടെ കൃഷി ചെയ്യാൻ അനുവദിക്കാതിരുന്നത് ഇവിടുത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റി തന്നെയാണ്. അപ്പം നേരിട്ട് തന്നെ ഇതൊരു
എന്തിനെന്താ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവം അത് പ്രത്യക്ഷത്തിൽ തന്നെ അത് പ്രകടമായിട്ട് പ്രതിഫലിച്ച് കാണാൻ സാധിച്ച ഒരു സമരം തന്നെയാണ് കൂത്താളി സമരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 943 ഈ കർഷക സംഘത്തിൻ്റെ ആഹ്വാനപ്രകാരം അങ്ങനെ കർഷകർ നിരന്തരമായ സമരങ്ങൾ കൂത്താളി സമരമായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയുണ്ടായി. 1943 സെപ്റ്റംബർ മാസം കർഷകർ ചെറു സംഘങ്ങളായിട്ട് കൂത്താളി എസ്റ്റേറ്റിൽ പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിച്ച കർഷകര സംഘങ്ങൾ ഈ കാട് വെട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാട് വെട്ടിയിട്ടാണ് പുനഃകൃഷിക്ക് വേണ്ടിയിട്ട് കൃഷിനിലങ്ങൾ ഒരുക്കുന്നത്. ഇങ്ങനെ കാട് വെട്ടിയിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാട് വെട്ടാൻ തുടങ്ങി. പക്ഷേ ഇവർ കാട് വെട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഈ ബ്രിട്ടീഷ് പോലീസുകാർ വന്നിട്ട് ഇവരെ ക്രൂര മർദ്ദനത്തിരയാക്കി ഇവരെ അടിച്ചോടിക്കുകയും അല്ലാത്ത കുറച്ച് ആൾക്കാരെ നമ്മളെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ജയിലിലടക്കുകയും ചെയ്യുകയുണ്ടായി. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കർഷക സംഘത്തിൻ്റെ പിന്നീട് വിലയിരുത്തുകയുണ്ടായി. ഇങ്ങനെ സംഘടനാപരമായിട്ട് തയ്യാറെടുപ്പുകളില്ലാത്ത സമരങ്ങൾ കർഷക സംഘത്തിനെ തന്നെ ദുർബലപ്പെടുത്തും എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് കർഷക സംഘം തന്നെ ഈ സമരം തൽക്കാലത്തേക്ക് കൂത്താളി സമരം കുറച്ചു കാലത്തേക്ക് പിന്നീട് പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂത്താളി സമരത്തിന് ഞാൻ 4 തരംതിരിക്കുന്നുണ്ട്, 4 ഘട്ടങ്ങളാക്കി തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാം ഘട്ടം ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് 1946 കൂടിയാണ്. 1946 ആഗസ്റ്റ് പ്രഖ്യാപനം വരുന്നതോട് കൂടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്കും കൂടി മാറുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൽ കുറുമ്പനാട് താലൂക്കിൽ കർഷക സമരങ്ങൾ സംഘടിക്കപ്പെടുന്നുണ്ടായി. അതിന് പ്രധാനമായിട്ട് നേതൃത്വം നൽകിയത് AC കുഞ്ഞമ്പു, MK കേളു, CH കണാരൻ, കേരളീയൻ, AKG എന്നിവരാണ്. അപ്പോൾ ഇവർ നിരന്തരമായിട്ട് കർഷക സംഘങ്ങളെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിന് പ്രചോദനം നൽകുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ 1946 പേരാമ്പ്ര വെച്ചിട്ട് ഒരു വലിയ റാലി നടക്കുകയും ആ റാലിയിൽ വെച്ചിട്ട് ഒരു സമരപ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു. അതായത് 1947 ഫെബ്രുവരി 27 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കൂത്താളിയിലെ കർഷകർ കൂത്താളി മലയടിവാരത്ത് ചെല്ല് അവിടുത്തെ കാട് വെട്ടി തെളിച്ചുകൊണ്ട് അവിടെ കൃഷിയോഗ്യമാക്കിയിട്ട് കർഷകർക്ക് ആ ഭൂമി നൽകുകയും ചെയ്യും എന്നുള്ളൊരു സമരപ്രഖ്യാപനം നടത്തുകയുണ്ടായി. അപ്പം ഇത് കേട്ടതുകൂടി തന്നെ അന്നേരം നമുക്കറിയാം 1946 സെപ്റ്റംബറിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു താൽക്കാലിക ഗവൺമെൻറ് സമ്പന്നരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരും അവരോട് കൂടി തന്നെ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിലുള്ള സമരപ്രഖ്യാപനം ഒരിക്കലും ദഹിക്കുകയുണ്ടായില്ല. അപ്പം ഇതിനെ തടയാൻ വേണ്ടിയിട്ട് അവർ MSPനെ രംഗത്തിറക്കുകയുണ്ടായി. MSPൻ്റെ ക്യാമ്പുകൾ, നിരവധിയായിട്ടുള്ള ക്യാമ്പുകൾ പേരാമ്പ്ര, വെള്ളമുണ്ട, പയ്യോളി, കൂത്താളി എന്നീ സ്ഥലത്ത് സ്ഥാപിക്കുകയും ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടി സഖാക്കളെ വീടുകളിൽ നിരന്തരം റെയ്ഡ് ചെയ്യുകയും സഖാക്കളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എങ്കിൽ തന്നെയും ഈ കർഷക സമരത്തിന്, കൂത്താളി സമരത്തിന് അവർക്കൊരു തരത്തിലും അടിച്ചൊതുക്കാനോ അല്ലെങ്കിൽ പിൻവലിപ്പിക്കാനോ അവർക്ക് സാധിച്ചില്ല. ഇതിന് പകരമായിട്ട് സമരത്തിന് കുറെ കൂടി അധികം പിന്തുണ ഏറി വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സമരത്തിന് തളർത്തുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് കൂടി തന്നെ ആക്ട് 144, അതായത് നിരോധനാജ്ഞ കൂടി അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. എങ്കിൽ തന്നെ ഈ നിരോധനാജ്ഞകൾ ലംഘിച്ചുകൊണ്ട് കർഷകർ ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജാഥകൾ സംഘടിപ്പിച്ച് 4 വശത്ത് നിൽക്കുന്ന പോലീസ് സംഘങ്ങളെന്നും വിലക്കുകളൊക്കെ ലംഘിച്ചിട്ട് അന്നും പേരാമ്പ്രയുള്ള ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ് കളക്ടർക്ക് ഇവർ നിവേദനം നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് 947 ഈ സമരപ്രഖ്യാപനം നടത്തിയ ഡേറ്റോട് കൂടി അനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളാണ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ജാഥയേനു അത് മേപ്പയ്യൂർ തൊട്ട് കൂത്താളി വരെ നടന്ന ഒരു ജാഥ. അതിന് നേതൃത്വം നൽകുന്നത് PK കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ സഖാവാണ്. സഖാവ് ആ ജാഥയിലാണ് ചത്താലും ചെത്ത് കൂത്താളി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ പ്രഖ്യാപനത്തിനെ തുടർന്നിട്ട് തിരുവണ്ണാമൊഴിയിൽ കർഷകരെ സമര ക്യാമ്പുകൾ തുറക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു ദിനചര്യ എന്ന് വെച്ചാൽ സമരസഖാക്കൾ അവിടെ തന്നെ ഭക്ഷണം കഴിക്കും, അവിടെ കിടന്നുറങ്ങും. അതുപോലെ തന്നെ രാവിലെ എണീക്കും. ഇവർ പണിയായുധങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഈ മലയടിവാരത്തിലേക്ക്, അതായത് കാടുള്ള പ്രദേശത്തേക്ക് ചെല്ലും, കാട് വെട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്കും പോലീസുകാർ വരും, അറസ്റ്റ് ചെയ്യും, ഇവരെ മർദ്ദിച്ചൊരു വശത്തേക്കാക്കും, ബാക്കിയുള്ളൊരു കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ നടന്ന് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡെയിലി റുട്ടീനായിട്ട് മാറി.
അപ്പോൾ ഈ സമരപ്രഖ്യാപനത്തിൻ്റെ ആ ദിവസം വന്നെത്തി, അതായത് ഫെബ്രുവരി 27 ആവാൻ ഒരു ദിവസം കൂടിയുള്ളൂ. അതായത് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, നമ്മളെ കർഷക സംഘം നേരത്തെ ആഹ്വാനം ചെയ്ത 27 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ മലയടിവാരം ചെത്തി കാട് വെട്ടി തെളിച്ചിട്ട് കൃഷിക്കാർക്ക് യോഗ്യമായിട്ട് കൃഷി ചെയ്യാൻ യോഗ്യത്തിൽ പാകത്തിൽ കൃഷിഭൂമി നൽകുക എന്നുള്ള ഒരു സമരപ്രഖ്യാപനം നടത്തുകയുണ്ടായി. പക്ഷേ ഇത്രയും ദിവസം ക്യാമ്പ് ചെയ്തിട്ട് സഖാക്കൾക്ക് ആ കാട് വെട്ടി തെളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇവരെങ്ങനെ ചെയ്യുന്നുള്ള രീതിയിൽ പോലീസുകാർ ഒരു വശത്ത് നിന്നിട്ട് ഇവരെ പലതരത്തിൽ ഇവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം ബാക്കി നിൽക്കെ കർഷക സംഘം ഇതിന് സമാന്തരമായിട്ട് നിലവിലുള്ള സമര സ്ക്വാഡിന് സമാന്തരമായിട്ട് ഒരു ഒളിപ്പോർ ദൗത്യത്തെ കൂടി നിയോഗിക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് കൂത്താളി സമരത്തിൻ്റെ ഏറ്റവും ആവേശോജ്വലമായിട്ടുള്ളൊരു ഭാഗമാണ്. നിലവിൽ നമ്മൾ പറയുകയുണ്ടായി, പെരുവണ്ണാമൂഴിയിൽ സമര ക്യാമ്പുകൾ തുറക്കുകയും ഡെയിലി സമരം നടത്തുകയും കാട് വെട്ടാൻ നോക്കുകയും അതിന് അറസ്റ്റ് മർദ്ദനമുറകൾ ഉണ്ടാവുകയും ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ സമരപ്രഖ്യാപനത്തിൻ്റെ തീയതി വന്നെത്തി. അങ്ങനെ ഫെബ്രുവരി 26 രാത്രി ഒരു സമാന്തരമായിട്ട് ഒരു ഒളിപ്പോർ ദൗത്യത്തെ കർഷക സംഘം നിയോഗിക്കുകയുണ്ടായി. ഈ ഒളിപ്പോർ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് സഖാവ് TC ചാത്തുവാണ്. അങ്ങനെ സഖാക്കൾ അർദ്ധരാത്രി കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന പ്രദേശത്ത് നിന്ന് തോണിയിൽ കയറുകയും ഒരു 27 പുലർച്ചെ 5 മണിക്ക് പെരുവണ്ണാമൂഴിയിൽ, അതായത് സമരം നടക്കുന്ന പ്രദേശത്തെത്തി, അതായത് കാട് വെട്ടിത്തെളിച്ച് അവിടെ കൃഷിയോഗ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ച സമരത്തിൻ്റെ ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയും, അതായത് ഇവരാരും അറിയുന്നില്ല, ഈ സാധാരണ ഈ കർഷക സംഘം ഒരു ഒളിപ്പോർ ദൗത്യത്തിന് സമാന്തരമായിട്ട് നിശ്ചയിച്ചത് സാധാരണ പോലീസുകാർക്ക് ഇവരെ ചാരന്മാർ വഴിയും ദൂതന്മാർ വഴിയൊക്കെ അറിയാൻ സാധിക്കുന്നു. പക്ഷേ കർഷക സംഘം അത് വളരെ വിദഗ്ധമായി ഇതിനെല്ലാം പൊളിച്ചുകൊണ്ടാണ് ഒരു ഒളിപ്പോർ ദൗത്യത്തിന് ഈ ഒരു പ്രദേശത്തേക്ക് ഇവർ തോണി വഴിയാണ് എത്തുന്നത്. അർദ്ധരാത്രി തോണി വഴിയാണ് ഈ സമര ക്യാമ്പിലേക്ക് എത്തുന്നത്. പുലർച്ചെ എത്തിയ ഈ സംഘം എന്താവുന്നുണ്ട്, ഇവർ കാട് മൊത്തം ചെത്തി വെടിപ്പാക്കിയിട്ട് അവിടെ കൃഷിയോഗ്യമാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ തലേന്ന് വേറെ സംഭവം കൂടി സംഭവിക്കുന്നുണ്ട്. അതായത് ഈ 26 അവർ പേരാമ്പ്ര ഫർക്കയിൽ മൊത്തം നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട്, കൂത്താളി ഇന്നല്ലെങ്കിൽ നാളെ ചെത്തുന്നുള്ള രീതിയിൽ. പക്ഷേ ഇവർ ഇത്ര ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ വെറും അറസ്റ്റ് മാത്രമാണ് നടക്കുന്നതെന്നുള്ള രീതിയിൽ എല്ലാവരും ഇതിനെ സ്വാഭാവികമായിട്ട് പുച്ഛിച്ച് തള്ളുന്നുണ്ട്. പക്ഷേ പിറ്റേന്ന് എഴുന്നേറ്റ് നോക്കിയ ഈ സാമ്രാജ്യവാദികൾക്കും അവരുടെ കിങ്കരന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കും കാണാൻ സാധിക്കുന്നത്, ഈ സമരഭൂമിയിൽ കാട് മൊത്തം ചെത്തി ഇറക്കിയിട്ട് പുനഃകൃഷിക്ക് യോഗ്യമായിട്ട് ഭൂമി ഇങ്ങനെ കൃഷിയോഗ്യമായിട്ട് കിടക്കുന്നതാണ്. അതിൻ്റെ ഒപ്പരം തന്നെ ഇവർ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളങ്കാടുകൾക്കിടയിൽ അതിൽ ഉയരമുള്ളൊരു മുളയിൽ അന്നേരം പാർട്ടിക്കൊടി ഇങ്ങനെ ഉയർന്ന് പാറുന്നതായിട്ടാണ്. അതായത് ഇവർ അന്ന് കാട് വെട്ടിക്കഴിഞ്ഞിട്ട് മുളങ്കൂട്ടത്തിൻ്റെ മുകളിൽ ഒരു വലിയ ചെങ്കൊടി കൂടി നാട്ടുന്നുണ്ട്. ഈ ചെങ്കൊടി എങ്ങനെയാണ് നാട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെങ്കൊടി നാട്ടിയ മുളകളിൽ മൊത്തം ഈ മുള്ള് പോലെ ഉണ്ടാവും. അപ്പോൾ മുള്ള് നമുക്ക് അതിൽ ഉള്ളിലേക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഈ അടക്ക പറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കയറുണ്ട്, അതിൽ കല്ല് കെട്ടിയിട്ട് ഏറ്റവും നടുക്ക് നിൽക്കുന്ന ഉയരമുള്ള മുളയുണ്ടാവും, അതിനെ താഴ്ത്തിയിട്ട് അതിൽ ചെങ്കൊടി വെച്ചിട്ട് അതിനെ മെല്ലെ ലൂസാക്കി വിടും. അപ്പോൾ ഏറ്റവും മുളങ്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ മുള്ളുകളുള്ള ഈ മുളങ്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നടുക്ക് നിൽക്കുന്ന ഉയരമുള്ള മുളേൻ്റെ മുകളിൽ ചെങ്കൊടി ഇങ്ങനെ പാറിപ്പറത്തുകയാണ് അന്നേരത്തെ സഹാക്കൾ ചെയ്യുകയുണ്ടായത്. അപ്പോൾ പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചെത്തിയൊരുക്കിയ കൃഷിയോഗ്യമാക്കിയ ഭൂമിയും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന മുളങ്കാട്ടിൽ പാറി പറക്കുന്ന ചെങ്കൊടിയും കാണുകയാണ് ചെയ്യേണ്ടായത്. ഇവർക്ക് പെട്ടെന്നൊന്നും ഈ കൊടി താഴെ ഇറക്കാൻ പറ്റില്ല, കാരണം മുള്ളുകളിൽ ഈ മുളങ്കൂട്ടാണ്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് മൊത്തത്തിൽ കൂത്താളി ഇതുവരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കേളുവേട്ടനും M കുമാരൻ മാസ്റ്ററും TKK അബ്ദുള്ളയും അതുപോലെ തന്നെ KM കണ്ണൻ മാസ്റ്റർ, PV ശങ്കരൻ, R നാരായണൻ നായർ, വെല്ലിങ്കൽ കുഞ്ഞിക്കണാരൻ മാസ്റ്റർ, PK വൈദ്യർ, നാഗത്ത് ചാത്തുക്കുട്ടി നായർ, EC അപ്പു നമ്പ്യാർ, E രാമൻ മാസ്റ്റർ, TC ചാത്തു, M കേളപ്പൻ, K ചോയി, കാപ്പുമ്മൽ കുഞ്ഞുണ്ണിക്കുറുപ്പ്, പിന്നെ അതുപോലെ തന്നെ AKG, കേരളീയൻ, വിഷ്ണു ഭാരതിയൻ, AV കുഞ്ഞമ്പു, CH കണാരൻ എന്നിവരാണ്, എന്നീ നേതാക്കന്മാരാണ്, എന്നീ സഹാക്കളാണ് കൂത്താളി സമരത്തിന്
ഇതുവരെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് സമരത്തിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂമിയിൽ പ്രവേശിച്ച ആൾക്കാരെ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, ബ്രിട്ടീഷ് ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും കൊടിയ മർദ്ദനത്തിന് ഇവരെ വിധേയമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവരെ ജയിലിൽ ഇടുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുമതലകൾ കർഷക സംഘത്തിൽ കൂടി നിക്ഷിപ്തമായിരുന്നു. അപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട്, ദേശീയ സമരത്തിൻ്റെ ഭാഗമായിട്ട് സമരം കുറച്ച് കാലത്തേക്ക് കൂടി നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷേ എങ്കിൽ തന്നെയും കൂത്താളി സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഖാക്കൾ അന്നേരവും ജയിലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇവരെ പിന്നീട് വിട്ടയക്കുകയുണ്ടായി. അതിനുശേഷം 1950 മദ്രാസ് സംസ്ഥാനത്ത് ടി പ്രകാശം കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വരികയും അന്നേരം CPI നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയും പാർലമെൻ്ററി തലത്തിലും പാർലമെൻ്ററി ഇതര തലത്തിലും ഭൂമി കർഷകർക്ക് വിട്ടു നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് 1550 ഏക്കർ ഭൂമി പുനഃകൃഷിക്കായിട്ട് ഗവൺമെൻറ് അനുവദിക്കേണ്ടി വന്നു. പക്ഷേ ഒരു നിബന്ധന കൂടി ഉൾപ്പെടുത്തി. അതായത് ഈ ഭൂമി കർഷകർക്ക് നൽകില്ല, വേണേൽ ജന്മിമാർക്ക് നൽകാം, കൃഷിക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇതും കർഷക വിരുദ്ധ നിലപാടായതുകൊണ്ട് തന്നെ പാർട്ടിയും കർഷക സംഘവും ഇതിനോട് യോജിക്കുകയുണ്ടായില്ല. തുടർന്നും സമരങ്ങളും കാര്യങ്ങളായിട്ട് പാർട്ടിയും കർഷക സംഘവും മുന്നോട്ട് പോവുകയുണ്ടായി. ഈ പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് 1950 മെയ് 19 നമുക്ക് സഖാവ് കെ ചോയിയെ നഷ്ടമാകുന്നത്. സഖാവ് കെ ചോയിയെ കൊലപ്പെടുത്തുന്നത് അന്നേരത്തെ കോൺഗ്രസ് പോലീസ് അധികാര വർഗം തന്നെയാണ് സഖാവ് കെ ചോയിനെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത്. സഖാവ് കെ ചോയി കൂത്താളി സമരത്തിൻ്റെ അവസാന കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ നടക്കുന്ന അവസാന കാലഘട്ടങ്ങളിൽ നടന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് 107 വകുപ്പ് പ്രകാരം 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് ജയിലിലായിരുന്നു. ജയിലിൽ ഇറങ്ങിയതിന് ശേഷം അന്ന് പാർട്ടി നിരോധിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാർട്ടിയെ പുനരുജ്ജീവിക്കുക എന്നൊരു ദൗത്യം കെ ചോയിലും അതുപോലെ തന്നെ അന്നേരം അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക നേതാവായിട്ടുള്ള കെ കണ്ണൻ മാസ്റ്ററിലും നിക്ഷിപ്തമായിരുന്നു. അപ്പം ഇവർ രണ്ടാളായിരുന്നു നിരോധിക്കപ്പെട്ട നിരോധിക്കപ്പെട്ട സമയത്ത് പാർട്ടി പുനരുജ്ജീവിപ്പിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുവന്നത്. അപ്പം ഇവരൊരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ മൊത്തം നമ്മുടെ ഏതെങ്കിലും സഹാക്കളെ വീടുകളിൽ ഒളിഞ്ഞിരിക്കുകയും രാത്രി 12 മണിക്ക് ശേഷം സാധാരണക്കാരായുള്ള കർഷകരെയും തൊഴിലാളികളെയും കാണുകയും ഇവരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ബാക്കിയുള്ള ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരു വർക്കിംഗ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പാർട്ടി പ്രവർത്തനത്തിന് ഇടയിലാണ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആവളയെന്ന് കൽപ്പത്തൂരിലേക്ക് പോകുന്ന വഴിക്ക് ഇവരെ കണ്ണൻ മാഷയും കെ ചോയിയും 2 ഹോം ഗാർഡും ഒരു SIയും ചേർന്ന് പിടിക്കുന്നത്. അപ്പം ഇവർക്ക് പെട്ടെന്ന് കിട്ടിയത് സഖാവ് ചോയിനാണ്. അങ്ങനെ സഖാവ് ചോയിനെ ഇവർ തലയ്ക്ക് പിറകിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു വീഴ്ത്തി അവശനായി കിടക്കുന്ന സഖാവിൻ്റെ തലയിലേക്ക് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ 3 തവണ നിറയൊഴിക്കുകയും ചെയ്തു. ഇങ്ങനെ നിറയൊഴിച്ച സഖാവിൻ്റെ സഖാവ് കെ ചോയിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് പോലും വെക്കാതെ വടകര പുറങ്കര നമുക്ക് അറിയാവുന്ന ഉഞ്ചൻ സഖാക്കളെ മൃതശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ് പുറങ്കര. ഇദ്ദേഹം വടകര പുറങ്കരയിൽ ഒരു കുഴികുത്തി മറവ് ചെയ്യേണ്ടത്. ഈ സമരത്തിന് കുത്തല സമരത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ അനുച്ഛേദനായിട്ടുള്ള കെ ചോയിനെ ഇത്തരത്തിൽ മർദ്ദിച്ച് അവശനാക്കി പോയിന്റ് ബ്ലാങ്കിൽ കൊന്ന ഈ ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിനെ പല എഴുത്തുകാരും നിലവിൽ തന്നെ വർക്കുകൾ എഴുതിയ എഴുത്തുകാരും പറയുന്നത് ഒരുപക്ഷെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പോലും ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ കർഷകരോട് കാണിച്ചിട്ടുണ്ടാവില്ല, കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഇതിനുള്ളൊരു മനോഭാവം ഉണ്ടാവുന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ പുറങ്കരയിൽ സ്രാവിൻ്റെ മൃതദേഹം ഇവർ കുഴികുത്തി മറവ് ചെയ്യാണ് ഉണ്ടായത്. അപ്പം മെയ് 19 ഇപ്പോൾ പാർട്ടി സഖാവിൻ്റെ രക്തസാക്ഷി ദിനം വിപുലമായിട്ടും ആചരിച്ച് വരുന്നുണ്ട്. അപ്പം
വീണ്ടും കുറച്ച് കാലത്തേക്ക് സമരങ്ങൾ ഒന്ന് പിൻവലിയുന്നുണ്ട്. കുറച്ച് കാലം കെട്ടടങ്ങിയതിന് ശേഷം 1954 സമരം വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ആ സമയത്ത് 1954 ഓൾ ഇന്ത്യ കിസാൻ സഭ കൃഷിഭൂമി കൃഷിക്കാരന് എന്ന ആവശ്യം മുൻനിർത്തി സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ കർഷകരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പേരാമ്പ്രയിൽ മുതുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർട്ടി സമര ക്യാമ്പ് തുടങ്ങുകയുണ്ടായി. സമര ക്യാമ്പിൽ കേളുവേട്ടൻ, എ വി കുഞ്ഞമ്പു, കെ എം കണ്ണൻ മാസ്റ്റർ, യു കുഞ്ഞിരാമൻ, പി നാരായണൻ നായർ, പി വി ശങ്കരൻ തുടങ്ങിയവർക്കാണ് ക്യാമ്പിൻ്റെ ചുമതല. പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന കർഷകർ ബാച്ചായിട്ട് ഈ കൃഷിഭൂമിയിൽ പ്രവേശിക്കുകയും കാട് വെട്ടാൻ തുടങ്ങുകയും ചെയ്യും. കാട് വെട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്താവും, ഈ പോലീസുകാർ വന്നിട്ട് ഇവരെ മർദ്ദിച്ച് അവശരാക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അപ്പോഴത്തേക്കും അടുത്ത ബാച്ചിൽ കർഷകർ വരും. അവർ ഇതുപോലെ തന്നെ കാട് വെട്ടാൻ തുടങ്ങും. അങ്ങനെ നിരന്തരമായിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കർഷകരെ സ്ഥിരമായിട്ട് ക്യാമ്പിലേക്ക് എത്തിക്കുകയും ഇവരെന്താക്കും, കൃത്യമായിട്ട് സമരം ഒരു സസ്റ്റൈനബിൾ നിലനിൽക്കുന്ന സമരമായിട്ട്, ഭയങ്കര സംഘടിതമായിട്ടുള്ള സമരമായിട്ട് ക്യാമ്പ് അങ്ങനെ നടത്തിക്കൊണ്ടുപോകുകയുണ്ടായി. ഈ സമര ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പേരാമ്പ്ര സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസിൻ്റെ മുന്നിൽ കർഷക സംഘം വളണ്ടിയർമാരെ സത്യാഗ്രഹവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് സഖാവ് കേളുവേട്ടനായിരുന്നു. സമരം പിന്നീട് കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിലേക്ക് ഇവർ മാറ്റുകയുണ്ടായി, അങ്ങോട്ട് വ്യാപിപ്പിച്ചു. അപ്പം ആ സത്യാഗ്രഹവും കേളുവേട്ടൻ തന്നെയാണ് നേതൃത്വം നൽകിയത്. ഈ സത്യാഗ്രഹം നടന്നു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചവരെ ഒരു ബാച്ച് സമരം ഇരിക്കും. കർഷകർ ഒരു ബാച്ച് സമരം ഇരുന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഇവർ ലഘുലേഖ വിൽക്കാൻ പോവുകയും അതുപോലെ തന്നെ ബക്കറ്റ് പിരിവ് നടത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് സമരങ്ങൾ നിലനിർത്തി കൊണ്ടുപോയത്. സമരം 66 ദിവസം നീണ്ടു നിന്ന് സമരം ശക്തമായതോടുകൂടി 1955 മെയ് മാസത്തിൽ മദ്രാസ് സർക്കാരിന് കർഷക സംഘത്തിന് അനുരഞ്ജന ചർച്ചയ്ക്ക് ക്ഷണിക്കേണ്ടതായിട്ട് വന്നത്. അപ്പം ഈ ചർച്ചേൻ്റെ ഭാഗമായിട്ട് മുന്നേ ഇവർ അനുവദിച്ച 1550 ഏക്കർ ഭൂമി കർഷകർക്ക് അനുവദിച്ചു കൊടുക്കും എന്ന് ഉറപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് വരികയുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ കൃഷിഭൂമി, അനുയോജ്യമായിട്ടുള്ള കൃഷിഭൂമി ഉണ്ടെങ്കിൽ അതും കൃഷിക്ക് അനുവദിക്കുക എന്നുള്ള ആവശ്യവും ഇവർക്ക് ഈ ഗവൺമെൻറ്റിന് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ എങ്കിൽ തന്നെയും കർഷകരുടെ ദുരിതങ്ങൾ പൂർണ്ണമായിട്ട് ഒരിക്കലും മാറുകയുണ്ടായില്ല. ഇതിന് ശേഷം 1957 EMS സർക്കാർ കൂത്താളി മലവാരം, അതായത് നമ്മുടെ കൂത്താളി എസ്റ്റേറ്റ് പതിച്ചു നൽകാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോയി. അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ, നിലവിൽ താമസിക്കുന്ന ആൾക്കാരെ ഒഴിപ്പിക്കുന്ന ഒരു നടപടി അതുവരെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ആ ഒഴിപ്പിക്കൽ നിർത്തലാക്കി. അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് 2 ഏക്കർ ഭൂമി വീതം നൽകി ആ ഭൂമിയിൽ വീടുണ്ടാക്കാനുള്ള ഒരു പദ്ധതി ഈ നടപടീൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ EMSൻ്റെ ജനകീയ സർക്കാർ മുന്നോട്ട് വെക്കുകയുണ്ടായിട്ടുണ്ടെങ്കിലും അന്നേരത്തെ നെഹ്റു ഗവൺമെൻറ് ജനാധിപത്യ വിരുദ്ധമായിട്ട് ഏകാധിപത്യത്തിനെ പോലെ നമ്മുടെ സർക്കാരിനെ പിരിച്ചു വിടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ നടപടിക്രമം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരികയും കർഷകർക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ട നീതി, അവകാശം ലഭിക്കാതെ വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. സമരത്തിൻ്റെ അടുത്ത ഘട്ടം നടക്കുന്ന 1962 EMS സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച നയങ്ങൾ നെഹ്റു ഗവൺമെൻറ് ഇടങ്കോലിട്ട് അത് നശിപ്പിച്ചതിന് ശേഷം കർഷകർക്കത് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുകയുണ്ടായില്ല. അപ്പോൾ ഈ അവകാശങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1962 കേളുവേട്ടൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ നടത്തി പോരുകയുണ്ടായി. പക്ഷേ എങ്കിൽ തന്നെ അന്നേരം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഇതൊന്നും ചെവി കൊടുക്കുകയുണ്ടായില്ല. പക്ഷേ തുടർന്ന് വന്ന 1967 തുടർന്ന് വന്ന നമ്മുടെ ഗവൺമെൻറ് അന്നേരമുള്ള റവന്യൂ മന്ത്രിയായിട്ടുള്ള KR ഗൗരിയമ്മ കൂത്താളി എസ്റ്റേറ്റിൽ കർഷകർക്ക് അവരുടെ ഭൂമി പട്ടയാവകാശം അനുവദിച്ച് നൽകുകയുണ്ടായി. അതിനുശേഷം വന്ന 1980 വന്ന നായനാർ സർക്കാർ 200ഓളം ഭൂരഹിത കുടുംബങ്ങൾക്ക് മുതുകാട്ടിൽ 2.5 ഏക്കർ ഭൂമി വീതം പിന്നീട് പതിച്ചു കൊടുക്കുകയുണ്ടായി. പിന്നെ 1987
നായനാർ സർക്കാർ മുതുകാട്ടിൽ തന്നെ 350ഓളം ഭൂരഹിത കുടുംബങ്ങൾക്ക് 50 സെൻറ്റ് ഭൂമി വീതവും പതിച്ചു നൽകുകയുണ്ടായി. കൂത്താളി സമരം പ്രധാനമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നത് അധിസ്ഥിത ജനതയുടെ അവകാശ സമരങ്ങൾ അടിച്ചമർത്താൻ ഒരു ശക്തിക്ക് സാധിക്കില്ല എന്നൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് കൃഷിയോഗ്യമായിട്ടുള്ള മണ്ണ് തരിച്ചിടുന്ന അധികാരവർഗത്തിൻ്റെ ഹുങ്ക് അതിനെതിരെ കൂത്താളിയിൽ നടന്ന പോരാട്ടമാണ് ആദ്യമായിട്ട് മിച്ചഭൂമിയെക്കുറിച്ച് തിരിച്ചറിവുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ അവകാശികൾ ആരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതും കൂത്താളി സമരമാണ്. അപ്പോൾ ഈ പിൽക്കാലത്ത് പിന്നെ രൂപപ്പെട്ട് വന്ന കാർഷിക ഭൂപരിഷ്കരണ നിയമങ്ങളിൽ കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിൻ്റെ പരിധി നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ഭൂപരിഷ്കരണ നിയമങ്ങളും കാർഷിക നിയമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നതിൽ കൂത്താളി നടന്ന കർഷക സമരം അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സമയം കുറച്ച് അധികം എടുത്തു പോയി എന്നറിയാം. അപ്പം ഈ കേരള സമൂഹത്തിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ നിയമനിർമ്മാണങ്ങളുടെ അതുപോലെ നിലവിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൻ്റെയൊക്കെ പിന്നിൽ ത്യാഗനിർഭരമായിട്ടുള്ള കർഷക സമര പോരാട്ടങ്ങളുടെയും തൊഴിലാളി വർഗ സമരത്തിൻ്റെയും ഒരു നീറുന്ന പൊള്ളുന്ന പോരാട്ടങ്ങളെ ഒരു പച്ചയായ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും കൂടുതൽ അടുത്തറിയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ നാട് കൂത്താളിയാണ്. ഞാനൊരു കൂത്താളി സ്വദേശിയാണ്. ഈ കൂത്താളി സമരമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളുടെ ഭാഗമായിട്ട് തന്നെയും കൂടിയാണ് ഇന്ന് എനിക്ക് നിങ്ങളെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്നെനിക്ക് അഭിമാനപുരസരം എനിക്ക് പറയാൻ പറ്റും. കാരണം എൻ്റെ അച്ചാച്ചൻ്റെയൊക്കെ പേരൻസ് എന്ന് പറയുന്നത് ഒരു കൂത്താളി പ്രദേശത്തെ കർഷകരാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഭൂമി കിട്ടിയത് കർഷക സമരമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കർഷക സമരത്തിൻ്റെ ത്യാഗനിർഭരമായിട്ടുള്ള ഏടുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്ക് ഭൂമി ലഭിച്ചും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇന്നിങ്ങനെ ഒരു സെഷൻ നടത്താൻ എനിക്ക് പറ്റിയതും. അപ്പം എല്ലാവർക്കും കേട്ടുന്ന എല്ലാ സഹകൾക്കും ഒരിക്കൽ കൂടി ലാൽ സലാം.